കൊട്ടാരക്കര സ്വദേശിയായ ഐസക് ജോർജിന്റെ അവയവദാനവുമായി ബന്ധപ്പെട്ട് വൈകാരിക കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് ലിസി ആശുപത്രിയിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോ ജോസഫ്. കിംസിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഐസക് ജോർജിനെ കണ്ടപ്പോൾ മനസ്സൊന്നു വിറച്ചു. ഹൃദയവും 2 വൃക്കകളും കരളും മുറിച്ചെടുക്കുന്ന ഓരോ നിമിഷവും മനസ്സ് വിങ്ങുകയായിരുന്നുവെന്ന് ജോ ജോസഫ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട്. തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിട്ട് നിൽക്കുമ്പോഴും സ്വന്തം മകന്റെ, സ്വന്തം സഹോദരന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ജീവിക്കാനായി ദാനം ചെയ്യാമെന്ന ആ തോന്നൽ കുടുംബത്തിലുണ്ടായത് ഐസക് ജോർജ് വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം കൊണ്ട് തന്നെയായിരിക്കണം. മനുഷ്യനെ നല്ല മനുഷ്യനാക്കുകയെന്ന് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതിലപ്പുറം നന്മത്തം ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ഡോക്ടർ പങ്കുവച്ച കുറിപ്പിൽ വൈകാരികമായി ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്രയിലുടനീളം ആ ഹൃദയമടങ്ങിയ പെട്ടി ആദരവോടെ തന്റെ ശരീരത്തോട് ചേർത്ത് തന്നെ പിടിച്ചുവെന്നും ഡോക്ടർ കുറിപ്പിൽ പറയുന്നുണ്ട്. ഡോക്ടർ എന്നതിലുപരി മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും അധികം സന്തോഷം തോന്നുകയും സർക്കാരിൽ അഭിമാനം തോന്നുകയും സിസ്റ്റത്തിലെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും ചെയ്ത ദിവസമായിരുന്നു ഇന്നലെയെന്നും ഡോക്ടർ ജോ ജോസഫ് പറയുന്നുണ്ട്. ഇന്നലെയാണ് കൊട്ടാരക്കര സ്വദേശിയായ ഐസക് ജോർജിന്റെ അവയവങ്ങൾ ദാനം ചെയ്തത്. സെപ്റ്റംബർ 6-ാം തീയതി കൊട്ടാരക്കരയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഐസക്കിന് കഴിഞ്ഞ ദിവസമാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. അതിന് പിന്നാലെയാണ് അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം സന്നദ്ധത അറിയിച്ചത്.